തുടർന്ന് ജോസഫ് സാറ് നേതൃത്വത്തിൽ സി എഫ് സാറിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിച്ചപ്പോൾ അന്ന് യൂത്ത് ഫണ്ട് പ്രസിഡന്റായിരുന്നു ഞാൻ നിരുപാധികം UDF-നൊപ്പം നിൽക്കുക, ജോസഫ് സാറിനൊപ്പം നിൽക്കുക എന്ന ഉദ്ദേശത്തോടെ സി എഫ് സാറിനൊപ്പം ഇറങ്ങി വന്ന ആളാണ്. പക്ഷെ അതിനുശേഷം വന്നവർക്കൊക്കെ കഴിഞ്ഞ സീറ്റ് ലഭിച്ചു, എനിക്ക് കിട്ടിയില്ല. അതിൽ എനിക്ക് പരിഭവമില്ലെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ പക്ഷേ പാർട്ടി ചെയർമാൻ അത് നിർബന്ധിതനായിരുന്നു. അദ്ദേഹം ചെയ്തതിനെ എന്നെ മനഃപൂർവ്വം അദ്ദേഹം മാറ്റി നിർത്തിയാൽ ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന് പ്രത്യേകമായ ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. സജിയുടെ കാര്യത്തിൽ വരും കാലങ്ങളിൽ വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട്. അദ്ദേഹം എന്നെ പരിഗണിക്കുന്നു എന്ന് ഞാൻ കരുതി. പറഞ്ഞ പേരുകാർ എല്ലാവരും യോഗ്യതയുള്ളവരാണ്, ആരും അയോഗ്യരൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ നമ്മുടെ പാർട്ടി ചെയർമാൻ എന്നോട് പൂഞ്ഞാറിൽ മത്സരിക്കുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അത് ദൗർഭാഗ്യവശാൽ പൂഞ്ഞാർ സീറ്റ് കേരള കോൺഗ്രസിന് ലഭിച്ചില്ല. അതുകൊണ്ട് എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാനൊന്ന് മാറുന്നു. പക്ഷേ പകരം എനിക്ക് ഏറ്റുമാനൂരിലോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലോ മത്സരിക്കാൻ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അന്ന് കിട്ടിയില്ല. പാർട്ടി ചെയർമാൻ മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് അനുസരണയോട് മാറുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത്തവണ എനിക്ക് സീറ്റ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പാർട്ടി ചെയർമാനോടും പാർട്ടി നേതൃത്വത്തോടും എൻ്റെ ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ നിശ്ചയിച്ചാൽ എനിക്ക് വിജയിക്കാൻ പറ്റും. എനിക്കാണ് ഏറ്റവും വിജയ